ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഇവിടെ നടന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്കാം. വള്ളി പുള്ളി തെറ്റാതെ വേണം പറയാൻ. കുഞ്ഞെ ക്ഷമിക്കണം. എന്നെ കൊണ്ട് ഇല്ലാത്തതൊക്കെ പറയിപ്പിച്ചതാ. നമസ്കാരം. ഇരിക്കുക. അയ്യോ, അങ്ങയുടെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പേര് ജയദേവൻ. അല്ല, ജയദേവൻ. കൃത്യം 11 മണി ഷാർപ്പ് ടൈം. പഞ്ച്വാലിറ്റിയാ. പഞ്ച്വാലിറ്റി എന്റെ ഒരു വീക്ക്നെസ് ആണേ. ജനിച്ച സമയം നാളെ പറയാ. നാളെ പൂരം. വൃശ്ചികം രാവിലെ 7:02. പൂരം ജാതകം. ഡോക്ടറൊക്കെ സ്റ്റെതസ്കോപ്പ് പോലെയാണ് ഞങ്ങൾക്ക് കവടി. ഓഹോ. ഗീതയിൽ പറയുന്നുണ്ട്, യഥാ സംവിരതേ ഛായം കൂർമാംഗനീയ സർവസ്യ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ജീവിതം പ്രശ്ന സങ്കീർണമാണ്. പ്രശ്നങ്ങളിൽ നിന്നും ആമയെപ്പോലെ തല ഉള്ളിലേക്ക് വലിക്കുന്നവനാണ് സ്ഥിരതയുള്ളവൻ. പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആമയെപ്പോലെ തല ഉള്ളിലേക്ക് വലിക്കുന്നവനെ എന്തോന്ന് പറയും? മനസ്സിലായില്ല. നിനക്ക് ഞാൻ എല്ലാം മനസ്സാക്കി തരടാ. എരപ്പ ജോലിസിയാ. എന്താ ഇത് ജയദേവാ? നിങ്ങൾക്ക് ഭ്രാന്താണോ? ജയദേവനെ, നിന്റെ ചത്തുപോയ തന്ത. എടാ നാറി, ഞാനേ ജഗന, XMLA കുറുപ്പിന്റെ മകൻ ജഗൻ. എന്റെ വീട്ടിൽ കയറി കള്ള ജോലിസും പറഞ്ഞ് എന്നെയും വന്ദിനെയും തമ്മിൽ അകറ്റാൻ നോക്കിയോ നീ? അയ്യോ അയ്യോ സാറേ, ഉപദ്രവിക്കരുത് പ്ലീസ്. തെണ്ടിത്തരം കാണിച്ചാ നിന്റെ കവടിയെല്ലാം കൂടി അണ്ണാക്കിലേക്ക് കുത്തി കയറ്റും ഞാൻ. പറയണ മാറി, ആര് പറഞ്ഞടാ നീ ഇതൊക്കെ ചെയ്തത്? പറഞ്ഞില്ലെങ്കിൽ കവടി ശ്വാസനാളത്തിൽ കുടുങ്ങി ചാവും നീ. വേണ്ട, ഞാൻ പറയാം. നിന്റെ കഥാപ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. പണം വാങ്ങി നീ കാണിച്ച തെണ്ടിത്തരം ആനന്ദവല്ലി പറഞ്ഞിട്ടോ അതോ വിദ്യ പറഞ്ഞിട്ടാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് ആനന്ദവല്ലി. അയ്യോ, എന്നെ കൊല്ലല്ലേ സാറേ. ഇനി ഞാൻ ഒരിക്കലും. അയ്യോ, നിർത്തണം നിന്റെ നിലവിളി. ഇനി ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണം. കേൾക്കാം. മനസ്സിലായി. ഇനി മാറ്റി വല്ലത് നീ പറഞ്ഞ മാറ്റി പറയില്ല. ഉത്തമ പണിക്ക് നിന്നെ ഞാൻ പഞ്ഞിക്കിടും. ജോലിസേരെ, ഇന്ന് സമയം നോക്കണമായിരുന്നു. തന്റേതേ ഇപ്പൊ നല്ല ബെസ്റ്റ് ടൈമാ. നോക്കിക്കോ. യെസ്, കം ഇൻ.
വിട്. വന്ദനെ, നീ എന്നെ മൃത്യുദോഷം മാറുന്നതിന് വേണ്ടിയാണ് പൂജയും വഴിപാടും ഒക്കെ കഴിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി സ്വന്തം ആരോഗ്യം പോലും വകവയ്ക്കാതെ കഠിന വ്രതങ്ങൾ എടുക്കുന്ന നിന്നോട് എനിക്ക് ചിലത് പറയാനുണ്ട്. ജഗ, പ്ലീസ് എന്നെ വിട്ടേക്ക്. തൽക്കാലം എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. വേണ്ട. നിക്ക്, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി. അല്ലെങ്കിൽ വേണ്ട, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാം. ഓ, എന്താ ഇവിടെ നടന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്കാം. വള്ളി പുള്ളി തെറ്റാതെ വേണം പറയാൻ. കുഞ്ഞെ ക്ഷമിക്കണം. എന്നെ കൊണ്ട് ഇല്ലാത്തതൊക്കെ പറയിപ്പിച്ചതാ. ജഗന് കടുത്ത മൃത്യുദോഷമുണ്ട്. മൃത്യു ഭവിക്കേണ്ടതായ ഒരു സംഭവം അടുത്ത കാലത്ത് തന്നെ നടന്നു. ജഗൻ വിവാഹിതനാ. ജഗന്റെ ഭാര്യ 41 നാൾ ജഗനിൽ നിന്ന് അകന്നു കഴിയണം. ഞാൻ നിർദ്ദേശിക്കുന്ന പൂജകളും വഴിപാടുകളും ഒക്കെ കൃത്യമായി നടത്തണം. കൊട്ടാ